പെബിൾസ് ലൈവ്. 3 മീനുകൾ. ഒരു വലിയ തടാകത്തിൽ 3 വലിയ മീനുകൾ ജീവിച്ചിരുന്നു. ഒരെണ്ണം മുന്നാലോചനയുള്ളതായിരുന്നു, മറ്റൊന്ന് വളരെ ബുദ്ധിശാലിയും, മൂന്നാമത്തേത് വിധിയിൽ വിശ്വസിച്ച് ജീവിച്ചു. ഒരു ദിവസം 2 മുക്കുവന്മാർ അവിടെ എത്തി. ഇവിടെ ധാരാളം മീനുകളുണ്ട്, നാളെ ഇവിടെ വന്ന് മീൻ പിടിക്കാം എന്ന് പറഞ്ഞത് കേട്ട ആദ്യത്തെ മീൻ മറ്റ് 2 മീനുകളെയും കണ്ട് വിവരം അറിയിച്ചു. വരൂ, നമുക്കുടനെ ഈ സ്ഥലം വിട്ടു പോകണം എന്ന് ബുദ്ധി ഉപദേശിച്ചു. എന്നാൽ മറ്റ് 2 മീനുകളും അതിന് സമ്മതിച്ചില്ല. ബുദ്ധിശാലിയായ മീൻ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അതിനെ നേരിടും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ മീൻ എല്ലാം വിധി പോലെ നടക്കട്ടെ എന്നു പറഞ്ഞു. അടുത്ത ദിവസം മുക്കുവന്മാർ അവിടെ വന്ന് വല വിരിച്ച് എല്ലാ മീനുകളെയും പിടിച്ചു. ബുദ്ധിശാലി മീൻ മരിച്ചതുപോലെ ഭാവിച്ചു. മുക്കുവൻ അതിനെ വലിച്ചെറിഞ്ഞു. വിധിയെ വിശ്വസിച്ച മീൻ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഒരു മുക്കുവൻ അതിനെ വടികൊണ്ടടിച്ചു കൊന്നു. ബുദ്ധിശാലിയായ പ്രാവ്. ഒരു കാട്ടിൽ മറ്റു മൃഗങ്ങളോടൊപ്പം ഒരാമയും 2 താറാവുകളും പാർത്തിരുന്നു. അവിടെ വർഷങ്ങളോളം മഴ പെയ്യാതിരുന്നതിനാൽ മൃഗങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരുന്നു. 2 താറാവുകളും അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാൻ തീരുമാനിച്ചു. അവരുടെ സുഹൃത്തായ ആമയോട് വിട പറയണമെന്ന് കരുതി. ആമ സങ്കടത്തോടെ, സുഹൃത്തുക്കളെ, എന്തിനാണ് എന്നെ തനിച്ചാക്കിയിട്ട് പോകുന്നത്? ഞാൻ നിങ്ങളുടെ സുഹൃത്തല്ലേ, എന്നെയും കൂട്ടിക്കൊണ്ടു പോകൂ എന്ന് പറഞ്ഞു. നിന്നെ എങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാനാ എന്ന് താറാവുകൾ ചോദിച്ചു. ഒരു നീളമുള്ള വടിയെടുത്ത് അതിന്റെ ഇരുവശവും നിങ്ങൾ കടിച്ചു പിടിച്ചുകൊള്ളുവിൻ. ഞാൻ അതിന്റെ നടുവിൽ എന്റെ വായ കൊണ്ട് പിടിച്ചുകൊള്ളാം, എന്നിട്ട് എല്ലാവരും ചേർന്ന് പറന്നു ചെല്ലാം എന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഒരു കാരണവശാലും വായ തുറക്കരുത് എന്ന് ആമയ്ക്ക് താറാവുകൾ മുന്നറിയിപ്പ് നൽകി. അങ്ങനെ ചെയ്യാൻ ഞാൻ എന്താ വിട്ടിയാണോ എന്ന് ആമ ചോദിച്ചു. എല്ലാവരും യാത്ര തുടങ്ങി. കാടും മലയും കടന്ന് നഗരത്തിന് മുകളിൽ പറന്നു ചെന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാഴ്ച കണ്ട ജനങ്ങൾ ബഹളം വെക്കാൻ തുടങ്ങി. ഇത് ഇഷ്ടപ്പെടാത്ത ആമ വായ തുറന്ന് തിരിച്ച് ബഹളം വെക്കാൻ പരിശ്രമിച്ചു. ഉടനെ തന്നെ താഴെ വീണു മരിച്ചു. ബുദ്ധിശാലിയായ മുയൽ. ഒരു വലിയ കാട്ടിൽ ഒരു സിംഹം ജീവിച്ചു വന്നിരുന്നു. അത് ദിവസവും ധാരാളം മൃഗങ്ങളെ അടിച്ചു കൊന്നു തിന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ആ കാട്ടിലുള്ള മറ്റു മൃഗങ്ങൾ ഒത്തുചേർന്ന്, സിംഹരാജാവ് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് സിംഹരാജാവിനോട് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് തീരുമാനിച്ചു. ആ പ്രകാരം അടുത്ത ദിവസം അവർ സിംഹരാജാവിനെ കണ്ട് സംസാരിച്ചു. ഒടുവിൽ ദിവസവും ഓരോ മൃഗം വീതം സിംഹരാജാവിന്റെ ഇരയായി പോകണം എന്ന തീരുമാനത്തിലെത്തി. ദിവസവും ഓരോ മൃഗം വീതം ഗുഹയ്ക്കുള്ളിൽ ഇരയായി പോയിക്കൊണ്ടിരുന്നു. അന്ന് മുയലിന്റെ ഊഴമായിരുന്നു. മുയൽ വളരെ ബുദ്ധിശാലിയായിരുന്നു. അത് സിംഹത്തെ കൊല്ലാൻ ഒരു പദ്ധതി ഉണ്ടാക്കി. സങ്കടത്തോടെ സിംഹത്തിന്റെ പക്കൽ ചെന്ന്, സിംഹരാജാവേ, സിംഹരാജാവേ, ഇന്ന് ഇരയായി ഞങ്ങൾ 6 പേര് വരികയായിരുന്നു. എന്നാൽ വരുന്ന വഴിയിൽ മറ്റൊരു സിംഹം കൂടെ വന്നിരുന്ന 5 മുയലുകളെയും കൊന്നു തിന്നുകളഞ്ഞു എന്നു പറഞ്ഞു. ഇത് കേട്ട സിംഹരാജാവിന് ദേഷ്യം പിടിച്ചു. മറ്റൊരുത്തനോ? എവിടെ? കാണട്ടെ എന്ന് പറഞ്ഞ് മുയലിനോടൊപ്പം ചെന്നു. മുയൽ സിംഹരാജാവിനെ അരികിലുള്ള കിണറിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കിണറ്റിലേക്ക് എത്തി നോക്കിയ മൂഢനായ സിംഹം വെള്ളത്തിൽ കണ്ടത് തന്റെ പ്രതിച്ഛായയാണെന്ന് അറിയാതെ ഗർജിച്ചുകൊണ്ട് കിണറ്റിലേക്ക് ചാടി മരിച്ചുപോയി. കാളയും അതിന്റെ കൂർമ്മബുദ്ധിയും. ഒരു കൃഷിക്കാരൻ തന്റെ നിലമുഴാൻ ഒരു കാളയെ വെച്ചിരുന്നു. കാളയ്ക്ക് വയസ്സായതുകൊണ്ട് അതിനെ കാട്ടിൽ കൊണ്ടുപോയി വിട്ടു. തനിക്ക് താമസിക്കാൻ സൗകര്യമായി വെള്ളവും പുല്ലുമുള്ള സ്ഥലം തേടി കാള നടന്നു. വളരെ ദൂരം ചെന്ന കാള നല്ല ഒരു കുളം
ഗുഹ, പച്ചപ്പുല്ലുള്ള വയൽവെളി, നിഴൽ തരുന്ന മരങ്ങൾ, ഇതെല്ലാം തികഞ്ഞ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഒരു സിംഹം ആ ഗുഹയെ നോക്കി വന്നുകൊണ്ടിരുന്നു. കാള ഒട്ടും ഭയപ്പെട്ടില്ല. കാള ഗുഹയെ നോക്കി, സ്നേഹിതേ, ഇന്ന് നമ്മുടെ കുട്ടികൾക്കും നല്ല ഭക്ഷണം കിട്ടും. ഒരു വലിയ സിംഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഗുഹയ്ക്കരികിൽ വന്നതും എന്റെ കൊമ്പുകൊണ്ട് കുത്തി അകത്തേക്കിടാം എന്ന് പറഞ്ഞു. ഇത് കേട്ട സിംഹം ഭയന്നുപോയി അവിടെ നിന്ന് പാഞ്ഞു. പേടിച്ചോടി വരുന്ന സിംഹത്തെ കണ്ട് ഒരു നരി തടഞ്ഞു നിർത്തി കാരണം ചോദിച്ചു. സിംഹം നടന്നതെല്ലാം പറഞ്ഞു. നരി കളിയാക്കി ചിരിച്ചപ്പോൾ, എന്തിനാണ് നീ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് സിംഹം ചോദിച്ചു. സിംഹരാജാവേ, താങ്കൾ കാണിച്ച വിഡ്ഢിത്തത്തെ ഓർത്താണ് ചിരിക്കുന്നത്. താങ്കളെ പേടിപ്പിച്ച ആ കാള ഒരു സാധാരണ മൃഗമാണ്. അത് താങ്കൾക്ക് നല്ലൊരു ഇരയാണ്. വരൂ, ഞാൻ കാണിച്ചു തരാം എന്ന് നരി പറഞ്ഞു. സിംഹം നരി പറഞ്ഞത് വിശ്വസിക്കാൻ തയ്യാറായില്ല. രാജാവേ, സംശയിക്കേണ്ട. താങ്കളുടെ വാല് എന്റെ വാലിനോട് ചേർത്ത് കെട്ടിക്കോളൂ. ആപത്ത് വന്നാൽ ആദ്യം എനിക്കല്ലേ വരൂ എന്നു പറഞ്ഞ് അത് ആശ്വസിപ്പിച്ചു. അതേപടി ഇരുവരും കാളയുള്ള സ്ഥലത്തേക്ക് ചെന്നു. രണ്ടുപേരും കൂടി വരുന്നത് കണ്ട കാള ഇപ്പോഴും ഭയപ്പെട്ടില്ല. ബുദ്ധിശാലിയായ കാള നരിയെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഏയ് നരിയെ, ഞാൻ നിന്നോട് 2 സിംഹങ്ങളെയല്ലേ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്? പക്ഷേ നീ ഒരേ ഒരു സിംഹത്തെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂവല്ലോ. എന്റെ പകുതി കുടുംബം പട്ടിണിയായി പോകുമല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടു പേടിച്ച സിംഹം വാല് കെട്ടിയതും ശ്രദ്ധിക്കാതെ നരിയെയും വലിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. കൊക്കും ഞണ്ടും. ഒരു ഭംഗിയുള്ള കുളത്തിൽ മീനുകളും ഒരു കൊക്കും ജീവിച്ചു വന്നു. ആ കൊക്ക് ദിവസവും മീനുകളെ തിന്ന് സന്തോഷമായി കഴിഞ്ഞു വന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മീനുകളെ പിടിക്കാൻ കൊക്കിന് സാധിക്കാതെ വന്നു. അതുകൊണ്ട് അതൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. അടുത്ത ദിവസം കൊക്ക് വളരെ ശോകത്തോടെ നിന്നു. തന്നെ കടന്നുപോയ മീനുകളെ പോലും അത് പിടിച്ചില്ല. ഇത് ശ്രദ്ധിച്ച ഒരു വലിയ ഞണ്ട് കൊക്ക് നിന്ന സ്ഥലത്തേക്ക് വന്ന്, എന്താണ് ദുഃഖത്തിന് കാരണം? എന്താണ് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചു. ഉടനെ കൊക്ക്, ഈ കുളം മണലിട്ട് മൂടാൻ ചില മനുഷ്യർ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഇവിടെ ആരും ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ഞണ്ടും മീനുകളും ഞെട്ടി. ഈ ആപത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ വഴി ചോദിച്ചു. കൊക്ക് പറഞ്ഞു, ശരി, അല്പം ദൂരത്തിൽ ഇതിനേക്കാൾ വലിയൊരു കുളമുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഓരോരുത്തരെയായി അവിടെ കൊണ്ടുപോയി വിടാം എന്നു പറഞ്ഞു. ഓരോന്നിനെയും കൊണ്ടുപോയി ഒരു പാറയിൽ വെച്ച് തിന്നു. ഇന്ന് ഞണ്ട് ചെല്ലേണ്ട ദിവസമാണ്. ഞണ്ട് കൊക്കിന്റെ കഴുത്ത് പിടിച്ച് യാത്രയായി. താഴെ പാറയുടെ അരികിൽ മീൻമുള്ളുകൾ കണ്ട് കൊക്കിന്റെ സൂത്രം മനസ്സിലാക്കിയ ഞണ്ട് തന്റെ മൂർച്ചയുള്ള കൈകാലുകൾ കൊണ്ട് കൊക്കിന്റെ പ്രാവിനെ സഹായിച്ച ഉറുമ്പ്. ഒരു ചെറിയ ഓട, അതിന്റെ അടുത്ത് ഒരു വലിയ മരം. മരത്തിൽ ഒരു കറുത്ത കട്ടുറുമ്പ് മിടുക്കനായി ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ കാട്ടിൽ ബലമായി കാറ്റ് വീശി. മരത്തിൽ ഓടിയിരുന്ന ഉറുമ്പ് കാറ്റിന്റെ ശക്തിയാൽ ഓടയിൽ പോയി വീണു. ജീവന് വേണ്ടി മല്ലിട്ടുകൊണ്ടിരുന്ന ആ ഉറുമ്പിനെ മരത്തിന്റെ ചില്ലയിലിരുന്ന ഒരു പ്രാവ് കണ്ടുകൊണ്ടിരുന്നു. ഉറുമ്പിനെ രക്ഷിക്കാൻ തീരുമാനിച്ച പ്രാവ് ഒരു ഇല കിള്ളി ഉറുമ്പിനടുത്തിട്ടുകൊടുത്തു. ജീവൻ രക്ഷപ്പെട്ട ഉറുമ്പ് കരയ്ക്ക് കയറി. ഉറുമ്പ് പ്രാവിനടുത്ത് ചെന്ന് പറഞ്ഞു, സ്നേഹിത, നീ എന്റെ ജീവൻ രക്ഷിച്ചു. വളരെ നന്ദി. സമയം വരുമ്പോൾ ഞാനും നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് അത് പോയി.
കാലം കടന്നു. ഒരു ദിവസം കാലത്ത് ഉറുമ്പ് തന്റെ കൂട്ടരുടെ കൂടെ ഇരയെടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യന്റെ കാല് കണ്ട ഉറുമ്പ് നിവർന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഒരു വേടൻ ആ പ്രാവിനെ ലക്ഷ്യമാക്കി അമ്പെയ്യാൻ തുടങ്ങുകയായിരുന്നു. തന്റെ ജീവൻ രക്ഷിച്ച ആ പ്രാവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഉറുമ്പ് വേടന്റെ കാലിൽ ഉടനെ കടിച്ചു. ആ എന്ന് വേദന കൊണ്ട് വേടന്റെ ഉന്നം തെറ്റി. മരത്തിന്റെ മേലെ ഉണ്ടായിരുന്ന പ്രാവിന്റെ ജീവനും Pebbles Live